അഭ്യൂഹങ്ങൾക്കും ആകാംക്ഷകൾക്കും വിരാമം. കേരളത്തെ ഇനി വി.ഡി നയിക്കും. സംസ്ഥാനത്താകെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ പെയ്തിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് കാര്യമായി മഴ പെയ്തിരുന്നില്ല. കാർമേഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തിന് മഴ കിട്ടി. മഴ പെയ്ത് മാനം തെളിഞ്ഞു. 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വി.ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി സതീശൻ ചുമതലയേൽക്കുമ്പോൾ അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കോൺഗ്രസ് പാർട്ടിയുടെയും യു.ഡി.എഫിന്റെയും അമരത്തെത്തിയ ഒരു ജനനേതാവിന്റെ വലിയ മുന്നേറ്റമാണ് അടയാളപ്പെടുത്തുന്നത്. 5 തവണ തുടർച്ചയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ നിയമസഭാ അനുഭവ പരിചയവും മികച്ച സംഘാടക മികവുമാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിലും പുറത്തും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ യു.ഡി.എഫിന് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. 2001 തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചാണ് വി.ഡി സതീശൻ ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. തുടർന്ന് നടന്ന 2006, 2011, 2016, 2021 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലും പറവൂരിലെ വോട്ടർമാർ അദ്ദേഹത്തെ തന്നെ നിയമസഭയിലേക്ക് അയച്ചു. 5 തവണയാണ് അദ്ദേഹം തുടർച്ചയായി പറവൂരിൽ നിന്നും എം.എൽ.എ ആയത്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം യു.ഡി.എഫിന്റെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഭരണപക്ഷത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും യു.ഡി.എഫിനെ സജീവമായി മുന്നോട്ട് നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. യു.ഡി.എഫിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണാനും തന്റെ നീണ്ട കാലത്തെ രാഷ്ട്രീയ നിയമസഭാ അനുഭവങ്ങൾ അദ്ദേഹത്തിന് കരുത്താകും. വിദ്യാർത്ഥി നേതാവിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയ വി.ഡി സതീശന്റെ രാഷ്ട്രീയ ജീവിതം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഭരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്തിയും വികസന കാര്യങ്ങളിൽ കാര്യമായ കാഴ്ചപ്പാടോടെയുമുള്ള ഒരു ഭരണമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. KSUയിലൂടെയാണ് വി.ഡി സതീശൻ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ കൗൺസിലർ, KSU എറണാകുളം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായും അദ്ദേഹം ചുമതല വഹിച്ചു. പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചുള്ള പരിചയം അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തി. KPCC വൈസ് പ്രസിഡന്റ്, AICC സെക്രട്ടറി എന്നീ സുപ്രധാന പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്.